ഫാഷൻ കൺസെപ്റ്റ് എന്താ പറയുക, ഞാനൊരിക്കലും ഒരു വളരെ ഫാഷനബിളായിട്ട് ചിന്തിക്കുന്ന അല്ലെങ്കിൽ അതുപോലെ അറ്റയേഴ്സ് എൻ്റെ ശ്രദ്ധിക്കുന്ന ഒരാളെന്നല്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പുറത്തു പോവുക, വരിക, കാണുന്ന ആൾക്കാർ മോശമെന്നും പറയില്ല, നല്ലത് വളരെ നല്ലതെന്നും പറയില്ല, ഇറ്റ്സ് ഓക്കെ. അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്കൊരു എന്താ പറയുക സസ്റ്റെയിൻ ആയിരിക്കും എന്നുള്ളൊരു ചിന്ത ഉണ്ട് എൻ്റെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ തോതിൽ നല്ല വൃത്തിയായിട്ട് ഒരാൾ കാണുമ്പോൾ മാന്യമാണ് എന്നുള്ള രീതിയിൽ മാത്രമാണ് എല്ലാ സ്ഥലത്തും ഫാഷനബിൾ ആയിട്ടുള്ള ഡ്രസ്സിൻ്റെ കാര്യങ്ങളായാലും ശരി, ബാക്കി എല്ലാ ഫാഷൻസിലായാലും. പിന്നെ മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ഒരു ഗാഡ്ജറ്റ്സോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും അങ്ങനെ അട്രാക്റ്റഡ് അല്ല. ഇനി അട്രാക്ഷൻ ആവുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൂടുതൽ ക്യാമറയായിട്ടും അല്ലെങ്കിൽ ക്യാമറയുടെ കാര്യങ്ങളുമായിട്ടൊക്കെയാണ് ഇത്. ഒരു 38ഓളം മ്യൂസിക് വീഡിയോസ് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. വേൾഡ് മ്യൂസിക് ഫാക്ടറി ഫോർ യു എന്ന് പറയുന്നൊരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ അതിലങ്ങനെ ഒരു 38ഓളം മ്യൂസിക് വീഡിയോസ് വിഷ്വൽസ് വെച്ചിട്ടുള്ള ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ അതിലായിരിക്കും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊരു സത്യം പറഞ്ഞാൽ എനിക്ക് എന്താണ് ഏറ്റവും ട്രെൻഡി ആയിട്ടുള്ള ഫാഷനബിൾ ആയിട്ടുള്ള ഡ്രസ്സ് എന്താണെന്നുള്ളതോ അല്ലെങ്കിൽ നമ്മുടെ ഗാഡ്ജറ്റ്സുകൾ എന്താണെന്നുള്ളതോ അല്ലെങ്കിൽ ഗോഗിൾസോ ഒരു കാര്യവും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പക്ഷേ ഞാനത് അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അതാണ് ഫാഷനബിൾ ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ട്. ഫാഷൻ ഡിസൈനേഴ്സൊക്കെ ഉണ്ട് കുറേ സുഹൃത്തുക്കളായിട്ട്. ഹോബീസ് എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു സിനിമ, ഓഫ്കോഴ്സ് ഞാൻ സിനിമകൾ കാണാൻ ഈ ഒരുവിധം ഫ്രീ ആയിട്ടുള്ള സമയങ്ങളിലൊക്കെ സിനിമകളിലേക്ക് പോകും. തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണും. മാക്സിമം തന്നെ തിയേറ്ററുകളിൽ തന്നെ പോയിട്ട് എല്ലാ സിനിമകളും കാണാൻ ശ്രമിക്കുന്നുണ്ട്. യാത്രകൾ ഇഷ്ടമാണ്. കുറേ ഈ ഒന്നെങ്കിൽ മ്യൂസിക് വീഡിയോയുടെ ഭാഗമായിട്ട് പോയി സ്ഥലങ്ങൾ കാണാം, അതല്ലെങ്കിൽ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യാത്ര ആസ്വദിക്കാൻ വേണ്ടിയിട്ട് സോളോ റൈഡുകൾ പോകാനോ അങ്ങനെ യാത്രകൾ പോകാൻ ഇഷ്ടമാണ്. ക്രിക്കറ്റ് കളിക്കാൻ ഇഷ്ടമാണ്. അതൊക്കെയാണ് എൻ്റെ ഹോബീസ്. എപ്പോഴെങ്കിലും ഒരു സമയം കിട്ടുക അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ മാത്രം. മടിയനാണ് ഭയങ്കരമായിട്ട്. അപ്പോൾ അതിൻ്റെ വല്ല സമയം കിട്ടുകയാണെങ്കിൽ പുസ്തകങ്ങളിരുന്ന് വായിക്കും. ഈ മലയാളം നോവൽസോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമുള്ള KR മീരയുടെ പുസ്തകങ്ങളോ അതല്ലെങ്കിൽ ശോകൻ ചെരുവിലിൻ്റെ പുസ്തകങ്ങളോ അതുപോലെയുള്ള ചില പുസ്തകങ്ങൾ ഇരുന്നിട്ട് വായിക്കും. എൻ്റേതായിട്ടുള്ള കുറച്ച് സാധനങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു ബുക്കിൻ്റെ കളക്ഷൻ ഉണ്ട്. അത് എപ്പോഴെങ്കിലും ഇരുന്ന് നോക്കും, വളരെ റയറായിട്ട്. അതൊന്നും ഒരിക്കലും ഞാൻ വലിയൊരു റീഡിങ് ഹോബിയുള്ള ആളെന്നുള്ളൊരു കൺസെപ്റ്റേ ഇല്ല. എപ്പോഴെങ്കിലും തോന്നിയാൽ വായിക്കും. അതൊക്കെയാണ് ഹോബീസ് എന്ന് പറയുക. TV കാണുക, സിനിമ കാണുക, യാത്രകൾ പോകുക, അതാണ് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. എൻ്റെ ഒരു യാത്ര എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു ഫാമിലി അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഉത്തരാഖണ്ഡ് പോയിട്ടുണ്ട്. പിന്നെ അതല്ലാണ്ട് ബാംഗ്ലൂർ, കുറച്ച് റൂറൽ ഏരിയാസ്, ബാംഗ്ലൂരിൻ്റെ കുറച്ച് റൂറൽ ഏരിയ, മണ്ണാർക്കട്ട പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ യാത്രകൾ പോയിട്ടുണ്ട്. കേരളത്തിൽ തന്നെ പല സ്ഥലങ്ങളിൽ, മൂന്നാറിൻ്റെയും പിന്നെ അതുപോലെ തന്നെ കൂർഗ് ഷൂട്ടിൻ്റെയൊക്കെ ഭാഗമായിട്ട് അല്ലാതെയും കൂർഗ് പോലെയുള്ള സ്ഥലങ്ങളിൽ യാത്ര പോയിട്ടുണ്ട്. കേരളത്തിലെ ഇപ്പോൾ ഈ ഹൈ റേഞ്ച് ഏരിയാസിലൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് നമ്മുടെ എന്താ പറയുക, ആ ഒരു ക്ലൈമറ്റും ആ ഒരു ടെമ്പറേച്ചറൊക്കെ ഫീൽ ചെയ്യാന്ന് പറഞ്ഞാൽ പ്രത്യേക ഒരു രസമാണ് നമുക്ക്. രാത്രി മുഴുവൻ ഞാൻ റൈഡ് ചെയ്തിട്ട് രാവിലെ സൺറൈസ് കാണാനായിട്ടൊക്കെ ചില സ്ഥലത്തേക്ക് വേണ്ടി പോയിട്ടുണ്ട്. കേരളത്തിൻ്റെ ഉള്ളിൽ തന്നെ അതൊക്കെ എനിക്ക് ഭയങ്കര എന്താ പറയുക ചലഞ്ചിങ് ആണ്. പ്ലസ് അതിൻ്റെ കൂടെ തന്നെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. വണ്ടികൾ തീർച്ചയായിട്ടും നല്ലൊരു ഇതാണത്. വണ്ടികൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ബൈക്കായാലും ശരി, കാറായാലും ശരി. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സണ്ണിയേട്ടനൊക്കെ എന്നെ പലപ്പോഴും വഴിയിൽ നിന്ന് ഇറക്കി വിടേണ്ട അവസ്ഥയിൽ വരെ എത്തിയിട്ടുണ്ട്. യാത്രയൊക്കെ പോകുമ്പോൾ ഞാൻ ഓപ്പോസിറ്റ് വരുന്ന വണ്ടികളെ പറ്റി, ആ വണ്ടി അങ്ങനെയാണ്, അതിന് ഇത്ര RPM ഉണ്ട്, അതിൻ്റെ ഇത്രയാണ് അതിൻ്റെ ടോർക്ക് എന്ന് അങ്ങനെയൊക്കെ പറഞ്ഞ് സംസാരിച്ച്. ഈ വണ്ടി എന്ന് പറയുമ്പോൾ ഇതിനെ വാഹനങ്ങളെന്ന് പറയുമ്പോൾ ഇത് താല്പര്യമില്ലാത്ത ഈ ഒരു സബ്ജക്റ്റിനോട് താല്പര്യമില്ലാത്ത ആൾക്കാർക്ക് അത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും ഭയങ്കര ബോറിംഗ് ആയിരിക്കും. പക്ഷേ എനിക്കതെന്താ വളരെ ഇഷ്ടമാണ്. ഏറ്റവും പുതിയൊരു കാറ് വല്ല ഫ്രണ്ട്സ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പോയിട്ട് ഡ്രൈവ് ചെയ്ത് നോക്കാൻ ഇഷ്ടമാണത്. കുറച്ച് ദൂരം അത് പോകാൻ ഇഷ്ടമാണ്. ബൈക്കിൻ്റെ തന്നെ പല വെറൈറ്റീസ് ബൈക്ക് എടുത്തിട്ട് പോകാൻ ഇഷ്ടമാണ്, ഓടിച്ചു പോകാൻ ഇഷ്ടമാണ്. അങ്ങനെ വാഹനങ്ങളെ പറ്റിയിട്ട് ഭയങ്കര നല്ല ടോപ്പ് ഗിയർ എന്ന് പറയുന്ന മാഗസീൻസ് വായിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ. അതിൻ്റെ എന്തൊക്കെയാണ് ആ വണ്ടിയുടെ ഫീച്ചേഴ്സ് എന്ന് നോക്കാൻ ഇഷ്ടമാണ്. ആ കാര്യങ്ങളൊക്കെ കുറച്ച് അപ്ഡേറ്റഡ് ആയിട്ട് നോക്കാറുണ്ട്. സോ ലെറ്റ് us കൺക്ലൂഡ് അല്ലേ. അപ്പോൾ ആദ്യം തന്നെ ഒരു വലിയ സോറി എൻ്റെ കത്തി കേട്ടിരുന്നതിന്. അപ്പോൾ ആൻഡ് താങ്ക്സ് ടു റെയിൻബോ മീഡിയ. തുടർന്നും കാണുക സീതാ കല്യാണത്തിൻ്റെ ഒപ്പം തന്നെ മറ്റുള്ള സീരിയലുകളും കാണുക. എല്ലാ ആൾക്കാരുടെയും അവരെന്നെ സപ്പോർട്ട് ചെയ്യുക, എല്ലാ ആർട്ടിസ്റ്റുകളെയും സപ്പോർട്ട് ചെയ്യുക, എല്ലാ വർക്കുകളെയും സപ്പോർട്ട് ചെയ്യുക. കുറവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. അതുപോലെ തന്നെ പുതിയ വർക്കുകൾ വരുമ്പോൾ അത് കൂടുതൽ അപ്ഡേറ്റഡ് ആയിട്ട് കാണുക. സിനിമകൾ മാക്സിമം അതാണ് ഞാനിപ്പോൾ അടുത്തൊരു ഇത് കണ്ടു, സോഷ്യൽ മീഡിയയിൽ വായിച്ചാണ്. ഒരു പുതിയ പടം, വളരെ റീസെൻ്റായിട്ട് ഇറങ്ങിയിട്ടുള്ളൊരു പടം. ഞാൻ ആ പടത്തിൻ്റെ പേര് പറയണില്ല, എന്തുകൊണ്ടാണെന്ന് പറയണമെങ്കിൽ പിന്നെ ആരെങ്കിലും അത് എപ്പോഴും നെഗറ്റീവായിട്ട് ആരും ചിന്തിക്കേണ്ട എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഐ ഓൾവേസ് ട്രൈ ടു തിങ്ക് പോസിറ്റീവ് തിങ്സ്. സോ ഇപ്പോൾ അടുത്തൊരു സോഷ്യൽ മീഡിയയിൽ കണ്ടാണ് ഞാനൊരു റീസെൻ്റായിട്ട് ഇറങ്ങിയിട്ടുള്ളൊരു സിനിമ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ഓൺലൈനിൽ വന്നു എന്നുള്ളത്.
അപ്പോൾ അതിനെ മാക്സിമം സപ്പോർട്ട് ചെയ്യാതിരിക്കുക. വളരെ കഷ്ടപ്പെട്ടിട്ട് കുറേ ആൾക്കാർ ചെയ്യുന്ന ഒരു ഇതാണ്. ഞാൻ ആരുമല്ല പറയാം, പക്ഷെ എന്നാലൊരു ഹംബിൾ റിക്വസ്റ്റ് എന്നുള്ള രീതിയിൽ കരുതിയാൽ മതി. കുറേ ആൾക്കാർ നമ്മൾ ഈ കാണുന്ന ഫ്രെയിമിൽ കാണുന്ന ആൾക്കാരൊന്നല്ല, അതിന് പുറമെ കുറേ ആൾക്കാർ അവരുടെ കുറേ ദിവസങ്ങളോളം കഷ്ടപ്പാടുകൾ കൊണ്ടാണ് ഒരു ഫൈനൽ ഔട്ട്പുട്ട് പുറത്തു വരുന്നത്. അപ്പോൾ അത് അങ്ങനെ ഓൺലൈനിൽ കാണാതിരിക്കുക, മാക്സിമം തിയേറ്ററിൽ പോയി കാണുക. സീരിയലുകളാണെങ്കിൽ മാക്സിമം ചാനലുകളിൽ കാണുക. എല്ലാതും മാക്സിമം അങ്ങനെ തന്നെ കാണുക. അതിനുശേഷം റിപ്പീറ്റഡ് ആയിട്ടോ എടുത്തിട്ട് അവർ പബ്ലിഷ് ചെയ്യുമ്പോഴോ അങ്ങനെയൊക്കെ ആയിട്ട് കാണുക. ഇപ്പോഴും സോഷ്യൽ മീഡിയ നല്ലതാണ്, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ, അങ്ങനെയല്ലേ? അപ്പോൾ അങ്ങനെ കാണാൻ ശ്രമിക്കുക. 2019 നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും നല്ലൊരു വർഷമാവട്ടെ. 2019 മാത്രമല്ല, 2019 കഴിഞ്ഞിട്ട് വരുന്ന 2020 ആയാലും അതിന് ശേഷം വരുന്ന വർഷങ്ങൾ എല്ലാവർക്കും നല്ലതാവട്ടെ. സീതാ കല്യാണത്തിന് കാണുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.